എൻ്റെ പേര് ജീവൻ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ. അത് ഓർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇനിയിപ്പോ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? അല്ല അങ്ങനെ. എത്ര കൊല്ലമാ? 2. അത് കുറഞ്ഞു പോയല്ലോ. 8-9 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം ഇതിൻ്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അന്നത്തേത് 7 വർഷത്തെ ശിക്ഷയായിരുന്നു. നല്ല നടപ്പിന്റെ പേരിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം. തടിച്ചല്ലോടാ. പുറത്തെ ഫുഡല്ലായിരുന്നോ സാർ? ഇനിയിപ്പം മെലിഞ്ഞോളും. എന്താ ഇഷ്ടായി കാട്ടിക്കൂട്ടണേ? കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറിൽ കല്ല് കാണും. ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പ അരിച്ചെന്ന്. എന്താ? ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതരം അസന്മാർഗ പ്രവർത്തിയാ. എന്ന് തുറന്നു വിട്ടു. ഇന്നലെ അതല്ലേ കഷ്ടം. അതിലിപ്പോ എന്താ ഇത്ര കഷ്ടം? 5 ദിവസം പിടിച്ച് കെട്ടിടുക. കുറെ നാളത്തെ അങ്ങ് ഇട്ടൂടെ? എന്തിനാ 5 ദിവസം ആക്കണേ? പിന്നെ എത്ര 5 ആഴ്ച ആക്കണം? 5 മാസാക്കിയ എന്താ മുഷിയോ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മാസക്കണക്ക്? 1 കൊല്ലത്തേക്ക് അങ്ങ് ഇട്ടൂടെ? പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം. എന്റെ ഗുരുവായൂരപ്പാ, ഈ അസുരന്മാരെ ഇടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ. അല്ല അപ്പോ തിരുമേനിയുടെ കാര്യോ? അസുരനല്ലെങ്കിൽ പിന്നെ ആരാ? ദേവനാ? അത് ഇതുപോലെയാ. പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവണേ? എന്താ ശരിയായാലേ? മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത്? രണ്ടും ഒരുപോലെ എന്നാ പറയണേ, മയക്കുപൊടിയും ഭഗവാനും. എന്റെ കൃഷ്ണ, കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ? അത് താൻ പറഞ്ഞ് ശരിയാന്ന് തോന്നണേ. ഹലോ. ഏയ് നത്തിങ്. പറഞ്ഞു കൊടുക്കട്ടാ. എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോടൊരു ശത്രുതയാവാൻ. വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ. What is he? Tirumeni. He steals gods. What? Deities, idols of temples. Oh yeah, I know. Great man, great man. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ. ഇതു ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിങ്സിന് ഞങ്ങൾ 2 പേര് മതി. മൂന്നാമതൊരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നതിന് സംശയമാവും. You are right. Absolutely right. He is expecting only 2 of us. നിർത്തിക്കോ. ഞാനങ്ങെത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിരെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. Hey, you are going ficky. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ? ഞാൻ വയ്ക്കോളാം. കമാൺ. കാണാം. ക്യാഷ് എവിടെ? Get me the money. It is ready. I want to make a call. Phone ചെയ്യുമ്പോൾ അവൻ ക്യാഷ് എത്തിക്കും. Stop the van at a telephone booth. Okay.
Yes. Motel. He knows. Golden Valley, yeah. Come, cash is ready. Coffee? Orange. Okay. Okay. എണ്ണി നോക്കട്ടെ. കൗണ്ട് ഇറ്റ്. ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ട്. നീ നേരുള്ളവനാ. എൻ്റെ കയ്യിൽ നിന്നെടുത്ത കാശ് മുഴുവൻ നീ ഇപ്പം തന്നു തീർത്തു. അത് ന്യായമായ പലിശ സഹിതം. താങ്ക് യു. What do you mean? പറയാം. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എൻ്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. പൊതുവിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി നീ എന്നവിടെ 2 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയിട്ട് പോയത് ഓർമ്മയുണ്ടോ? നിന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ ഈ കാശ് കാന്തിയുടെയും പൊറിഞ്ചുവിൻ്റെയും നാഥനില്ലാതെ പോയ വീടുകൾക്കാ. എനിക്കിത് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെ. നീ കാരണം വിഷം കഴിച്ച പെണ്ണിന്റെ പേരിൽ ജീവിതം നശിച്ചവനാടാ ഞാൻ. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. Eniki van venum. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I'm sorry for you, Jeevan. Stop the van. Stop it! Get out. Out.
ഇന്ദിരയെ ആ കാശ് നിർബന്ധിച്ചേൽപ്പിക്കുന്നത് വരെ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമായി. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കും. പിന്നെ ഇന്ദിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരു ആശ്വാസമുണ്ട്. ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എൻ്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. മറ്റവനെവിടെ? നിന്റെ ഒപ്പം ചാടിപ്പോയ ആ സായിപ്പ്